വിരഹാഗ്നി എപ്പിസോഡ് 8 രചന തഹസി അവതരണം ലിൻസി. ഒരു കാര്യം തിരക്കാൻ നിജസ്ഥിതി എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് നാണിയോട് ഇവിടെ വരെ വരാൻ പറഞ്ഞത്. വേദപ്രതാപ വർമ്മയുടെ ഗൗരവമുള്ള നോട്ടവും സംസാരവും കേട്ട് നാണിയമ്മ വാത്മീകത്തിലെ ആ വലിയ സ്വീകരണ മുറിയിൽ ഒരിടത്തേക്ക് ഒതുങ്ങി നിന്നു. ചുറ്റിനും ജഗന്നാഥനും വിശ്വനാഥും കാശിയും ബദ്രിയും അവരുടെ പെണ്ണുങ്ങളും കൂടാതെ വേദമുണ്ട്. നാണിയമ്മയ്ക്കുള്ളിലൊരു നടുക്കം തോന്നി. അത്രയും ഗൗരവമുള്ള കാര്യമായതിനാലാണ് ഇന്നിവിടെ എല്ലാവരും പുറത്തൊന്നും പോവാതെ ഒത്തുകൂടിയിരിക്കുന്നത്. എനിക്കറിയുന്നതാണെങ്കിൽ ഞാൻ പറയാം അങ്ങുന്നേ. അവരോടുള്ള എല്ലാ ബഹുമാനവും നാണിയമ്മയുടെ ആ വാക്കുകളിലുണ്ടായിരുന്നു. അറിയുന്നത് തന്നെയാ, പക്ഷെ സത്യം മാത്രം പറയണം. ഇനിയും കള്ളം പറയാമെന്ന് കരുതണ്ട. വിച്ചൂട്ടാ, ഇവിടെ നീ സംസാരിക്കണ്ട, ഞങ്ങൾ സംസാരിക്കാൻ, നീ കേട്ടാൽ മതി. നിനക്ക് ചെയ്യാനുള്ളതെല്ലാം അതിനുശേഷം, മനസ്സിലായോ? വേദ് നാണിയമ്മയെ നോക്കി ഗൗരവത്തിൽ പറഞ്ഞതും അതിലും ഗൗരവത്തോടെ വേദപ്രതാപൻ്റെ ശബ്ദം അവിടെ മുഴങ്ങി. ഇതെല്ലാം കണ്ട് നാണിയമ്മ എന്താണെന്ന പോലെ മിഴിച്ചു നോക്കി നിൽപ്പാണ്. അവരുടെ ഉള്ളിലും ചെറിയ ഭയം നിഴലിച്ചു. ഗൗരിയെക്കുറിച്ചാണ് അറിയേണ്ടത്. പറ, എവിടെയാ ആ കുട്ടിയുടെ വീട്? ആ ചോദ്യത്തിൽ നാണിയമ്മ ഒന്നും ഞെട്ടി. വിളറിയ മുഖത്തോടെ അവരെ നോക്കി. നാണിയമ്മയുടെ ചേച്ചിയുടെ മോളാണെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ വീട് എവിടെയാണെന്ന് അറിയാതിരിക്കില്ലല്ലോ. ഇത്തവണ സംസാരിച്ചത് ജഗനാണ്. ഗൗരിയെ കണ്ടില്ലേലും എല്ലാവരും പറഞ്ഞു കേട്ടു. കാണാനും അറിയാനുമുള്ള ആഗ്രഹമാണ് അവരിൽ. നാണിയമ്മ മറുപടി പറയാനാവാതെ നിന്ന് വിയർത്തു. എന്തു പറഞ്ഞാലും അത് ഇവരെ പോലെയുള്ളവരുടെ മുന്നിൽ പറഞ്ഞു ഫലിപ്പിക്കാൻ തന്നെ കൊണ്ടാവില്ലെന്ന് നാണിയമ്മയ്ക്കും അറിയാം. നാണിയമ്മ ഒന്നും പറഞ്ഞില്ല. വേദിൻ്റെ ക്ഷമ നശിച്ചു തുടങ്ങി. അവൻ മുഷ്ടി ചുരുട്ടി ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റു. അത് കണ്ടതും അരുന്ധതി അവൻ്റെ കയ്യിൽ പിടിച്ചു വിലക്കി. ഞാൻ പറയാം. നാണിയമ്മ അവരെ നോക്കി വിയർപ്പൊപ്പി. അവരെ കേൾക്കാനായി എല്ലാവരും ആകാംക്ഷയോടെ ഇരുന്നു. നാണിയമ്മയുടെ ഓർമ്മകളും ആ ദിവസത്തിലേക്ക് എത്തി നിന്നു. അന്ന് കൊടുങ്ങല്ലൂർ ഭരണിക്ക് പോയതാണ്. ചേച്ചി കുറേ നാളായി വിളിക്കുന്നതുകൊണ്ട് പോയത് അവിടെ വരെ. നേരം വൈകി. പിന്നെ തിരിച്ചു പോകാൻ നിന്നില്ല. സ്റ്റാൻഡിൽ നിന്ന് ഒരു ബസ് കിട്ടി. കണ്ടക്ടർ പറഞ്ഞ് ഇരിക്കാനൊന്നും സീറ്റുണ്ടാവില്ല, കയറണ്ടെന്ന്. എന്നാലും അതിൽ തന്നെ കൊത്തി പിടിച്ച് കയറി. ആകെയുള്ള സീറ്റിലേക്കൊക്കെ ആളുകൾ കിടന്നുറങ്ങുന്നുണ്ട്. ആ ബസ് നേരെ അവിടുന്ന് പുറപ്പെട്ട് പിന്നെ നിർത്തിയത് ഇവിടെ സ്റ്റാൻഡിലാണ്. അത്രയും വരെ നിന്ന് പോന്നോണ്ട് എനിക്ക് കാല് കടഞ്ഞു. ഞാൻ ഇറങ്ങി അവിടെ തന്നെ ഇരുന്നു. ഒപ്പം കുറേ പേരൊക്കെ ഇറങ്ങി. കുറച്ച് ഇരുന്ന് എഴുന്നേറ്റപ്പോൾ കണ്ടു ഒരു പെൺകൊച്ച് ചുറ്റും നോക്കുന്നുണ്ട്. എന്തോ ആ മുഖവും കോലവും ഒക്കെ കണ്ടപ്പോൾ ഞാൻ അതിനടുത്തേക്ക് ചെന്നു. എന്താ കുഞ്ഞെ? എൻ്റെ ശബ്ദം കേട്ടതും അത് ഞെട്ടിപ്പിടഞ്ഞ് തിരിഞ്ഞു നോക്കി. ആ ഭയം നിറഞ്ഞ മുഖം എന്തിനെയോ കണ്ടു പേടിച്ച പോലെ അതിപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. കണ്ണൊക്കെ കരഞ്ഞു വീർത്ത് മുഖമാകെ ചുവന്നിരിക്കുന്ന കണ്ടപ്പോൾ എൻ്റെ നെഞ്ചു കലങ്ങി. നിക്ക് കുറച്ച് വെള്ളം. അത്രയും ദാഹിച്ചിട്ടാ. ഗൗരി നെഞ്ചിൽ കൈവച്ച് അപേക്ഷയോടെ അവരെ നോക്കി. നാണിയമ്മ പെട്ടെന്ന് തന്നെ അടുത്ത കടയിൽ നിന്നും ഒരു കുപ്പി വെള്ളം വാങ്ങി ഗൗരിക്ക് കൊടുത്തു. ഗൗരി ഒറ്റ വായ്ക്ക് ഒരു കുപ്പിയുടെ പകുതിയോളം കുടിച്ചിറക്കി. കുറേയൊക്കെ മേൽക്കൂടി ഒലിച്ചിറങ്ങിയിട്ടിരുന്ന വസ്ത്രം നനഞ്ഞു. ദാഹം മാറിയതും ഒരുപാട് നേരത്തിന് ശേഷം വെള്ളം ഉള്ളിലെത്തിയ കൊണ്ടാവും അവൾ തളർച്ചയോടെ ആ കടയുടെ ഭിത്തിയിലേക്ക് ചാഞ്ഞു. മോൾക്ക് എങ്ങടാ പോകണ്ടേ? ആരാ കൂടെ ഉള്ളത്? ആരെങ്കിലും തിരിഞ്ഞു വരുന്നുണ്ടോ എന്നറിയാൻ നാണിയമ്മ ചുറ്റിലും നോക്കിക്കൊണ്ടാണ് ചോദിക്കുന്നത്. ഗൗരി മറുപടി ഒന്നും പറയാതെ അവിടെ നിന്ന് നടന്നു. നാണിയമ്മ ആ പോക്ക് നോക്കി അവിടെ തന്നെ നിന്നു. ആ നേരത്ത് ഇതുപോലെ ഒരു പെൺകൊച്ച് ആരും കൂട്ടിനില്ലാതെ നടക്കുന്ന കണ്ടാൽ തന്നെ എവിടെ നിന്നൊക്കെ അപകടം വരുന്നതെന്ന് അറിയില്ലല്ലോ. സ്റ്റാൻഡിൽ കിടന്നുറങ്ങിയിരുന്ന ആരൊക്കെയോ അവളെ നോക്കി എഴുന്നേറ്റിരുന്ന് നോക്കുന്നുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ആകെ ആദിയായി. സ്റ്റാൻഡിൽ വെളിച്ചമുണ്ട്. അവിടുന്ന് നീങ്ങിയാൽ അമ്പലത്തിൻ്റെ ഭാഗത്തും വെളിച്ചമുണ്ട്. പറഞ്ഞിട്ടെന്താ? ആ കുട്ടി ഒരു സ്ഥലകാല ബോധമില്ലാത്തയാണെന്നർത്ഥം. നാണിയമ്മ വേഗം അവൾക്കടുത്തേക്ക് ചെന്നു. ആ കയ്യിൽ പിടിച്ചു. ഒറ്റയ്ക്ക് പോകണ്ട, അമ്മ കൂടെ വരാം. അവളെയും വലിച്ച് സ്റ്റാൻഡിൽ കിടന്ന ഒരു ഓട്ടോയിലേക്ക് കയറി നേരെ വീട്ടിൽ ചെന്നിറങ്ങി. അന്നു മുതൽ ഇന്ന് വരെ ആ കുഞ്ഞ് എന്നോടൊപ്പം ഉണ്ട്. ആരെന്നോ എന്തെന്നോ ഒന്നും അറിയില്ല. ആ കുട്ടി അതൊട്ട് പറഞ്ഞിട്ടുമില്ല. ഞാൻ ചോദിച്ചതിനെ സങ്കടപ്പെടുത്തിയിട്ടുമില്ല. ആകെ അത് പറയുന്ന പേര് എൻ്റെ ഇന്ദ്രേട്ടൻ എന്ന് മാത്രമാണ്. അത് ആ കുട്ടിയുടെ കെട്ടിയവനാണോ അതോ സ്നേഹിക്കുന്ന ചെക്കനാണോ ചതിക്കപ്പെട്ടതാണോ എന്നൊന്നും അറിവില്ല. ബന്ധം കൊണ്ട് ആ കുട്ടി എൻ്റെ ആരുമല്ല. പക്ഷെ ഇപ്പോൾ എൻ്റെ മോളാ അത്. എനിക്കാകെ കൂട്ടിനുള്ളത്. നാണിയമ്മ കണ്ണീരൊപ്പി തനിക്കറിയാമെന്നൊക്കെ അവരെ പറഞ്ഞ് കേൾപ്പിച്ചു. അവരെല്ലാം എന്ത് മറുപടി പറയണം, എന്ത് ചോദിക്കണമെന്നറിയാതെ പരസ്പരം നോക്കി. പിന്നെ ഒന്നുകൂടിയുണ്ട്. ആ കുട്ടി ഈയിടെയായി ഇവിടെ വന്ന് പോയതിൽ പിന്നെ മേലെടുത്ത് സുഭദ്രാമ എന്നോ മറ്റോ പറഞ്ഞിരുന്നു. കൊല്ലം ജില്ലയിലോ മറ്റോ ഏതോ ഒരു ക്ഷേത്രത്തിനടുത്താണ് മേലെടുത്ത് വീടെന്നും പറഞ്ഞ് ഓർക്കുന്നുണ്ട്. അവിടെയുള്ളവരെല്ലാം മൗനം പാലിച്ചതും നാണിയമ്മ വീണ്ടും എടുത്തു പറഞ്ഞു. അത് കേട്ടതും വേദിൻ്റെ കണ്ണുകളൊന്നു കുറുകി. പുറത്ത് എന്തൊക്കെയോ വെട്ടലും മുറിക്കലും ആരുടെയൊക്കെയോ ശബ്ദവും കേട്ടാണ് യാമി രാവിലെ കണ്ണു തുറന്നത്. ഇന്ദ്രൻ്റെ വിളിയും നോക്കിയിരുന്ന് അങ്ങനെ ഉറങ്ങിപ്പോയതാണ്. യാമി കണ്ണും തിരുമ്മി എണീറ്റ് ബെഡിൽ കിടന്നിരുന്ന ഫോൺ എടുത്ത് നോക്കി. സമയം 6 കഴിഞ്ഞേ ഉള്ളോ? ഇപ്പോഴേ ആരാ പുറത്ത്? അവൾ സ്വയം പറഞ്ഞുകൊണ്ട് എണീറ്റു. കബോർഡിൽ നിന്നും ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് നടന്നു. പെട്ടെന്നൊന്ന് ഫ്രഷായി സാരി ഒന്നൊടിഞ്ഞൊറിഞ്ഞു കൊടുത്ത് താഴേക്കിറങ്ങി.
അവൾ നേരെ അടുക്കളയിലേക്ക് ചെന്നു. എന്താ അമ്മ, പുറത്ത് പണിക്കാരുണ്ടല്ലോ? യാമിയുടെ ശബ്ദം കേട്ടതും ഇന്ദിര ഒരു ഗ്ലാസ്സിലേക്ക് ചായ പകർന്ന് അവൾക്ക് നേരെ നീട്ടി. എഴുന്നേറ്റോ, നാളെ ഒരു പൂജയുണ്ടെന്ന്, അതിനുള്ള ഒരുക്കങ്ങളാ. പൂജയോ? എന്തിന്? യാമി സംശയത്തോടെ അമ്മയെ നോക്കി. അതിങ്ങനെ ഇടയ്ക്കൊക്കെ ഉണ്ടാവും. ഇന്നലെ വന്നില്ലേ ഇവിടെ? അവർ വന്നു പോയാൽ അപ്പോൾ എന്തെങ്കിലും കാണും ഇതുപോലെ. കളരിക്കൽ ഇവിടുത്തെ വലിയ തറവാട്ടുകാരാണ്. എന്ത് പ്രശ്നത്തിനും അവിടുത്തെ വലിയച്ഛൻ പരിഹാരം കാണുമെന്നാ പറയൽ. ആൾക്ക് തന്ത്രമന്ത്രങ്ങളും ആവാഹനവും ഒക്കെ വശമുണ്ട്. ഇന്ദിര ശബ്ദം താഴ്ത്തി പറഞ്ഞു. ആണോ? യാമിക്ക് അതിശയമായി. ഇന്ദ്രൻ വന്ന പൂജ തുടങ്ങണമെന്നാ. 3 ദിവസത്തെ പൂജയാ. പിടിപ്പത് പണി കാണും. പുറത്തെ പണിക്ക് ആൾക്കാരുണ്ട്. അകത്തേക്ക് ആരെയും കയറ്റില്ല ഇവിടെ. അതുകൊണ്ടാ. മോൾ എന്തേലും എടുത്ത് കഴിക്ക്. ഇന്ദിര അവളെ ഒന്ന് തലോടി ബാക്കി പണികളിലേക്ക് തിരിഞ്ഞു. ഞാൻ കൂടാമേ. യാമി വേഗം എന്തൊക്കെയോ നുള്ളിപ്പെറുക്കി കഴിച്ച് ഇന്ദിരയ്ക്ക് അടുത്തേക്ക് ചെന്നു. മോള് മുകളിൽ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ അത് നോക്കിക്കോ. അവിടെ ആകുമ്പോൾ ബാക്കി മുറിയൊക്കെ അടച്ചു കിടപ്പല്ലേ. വെറുതെ ഒന്ന് പൊടി തട്ടി തുളച്ചെടുക്കാം. പിന്നെ അവിടെ കുറച്ച് പഴയ സാധനങ്ങൾ ഇരിപ്പുണ്ട്. അതൊക്കെ പുറത്തെ പുരിയിൽ കൊണ്ടിടണം. പിന്നെ ഒക്കെ അമ്മ നോക്കിക്കൊള്ളാം. ഇന്ദിര പറഞ്ഞതും യാമി തലയാട്ടിക്കൊണ്ട് ഒരു ചിരിയോടെ പുറത്തുനിന്ന് മോപ്പും ചൂലും എടുത്ത് മുകളിലേക്ക് പടികൾ കയറി. എന്താ ആൻറ്റി കാണണമെന്ന് പറഞ്ഞത്? ഡോക്ടർ വസുമതിയുടെ ക്യാബിൻ ഡോർ തുറന്ന് ദിൻവർഷ് അകത്തേക്ക് കയറി. ആ ദിൻവർഷ് ഇരിക്ക്. ഡോക്ടർ വസുമതി ഒരു ചിരിയോടെ മുന്നിലുള്ള ചെയറിലേക്ക് വിരൽ ചൂണ്ടി. എന്തൊക്കെയാണ് വിശേഷങ്ങൾ, കേൾക്കട്ടെ? അവനൊന്ന് ചിരിച്ചുകൊണ്ട് ആ ചെയറിലേക്ക് ഇരുന്നു. ഞാനിവിടെ ഒരു കേസിൻ്റെ കാര്യത്തിന് വന്നതാണ്. പിന്നെ പതിവില്ലാതെ ആൻറ്റി കാണണമെന്ന് പറഞ്ഞപ്പോൾ എന്തെങ്കിലും സീരിയസ് മാറ്റർ ആവുമെന്ന് കരുതി. എനിത്തിങ് ഒഫീഷ്യൽ? ഒഫീഷ്യൽ അല്ല ദിൻവർഷ്, തികച്ചും പേഴ്സണലാണ്. എനിക്കൊരു ഡൗട്ട്, അതൊന്ന് ക്ലിയർ ചെയ്യണം. ദിൻവർഷ് ഗൗരവത്തോടെ അവരെ നോക്കി. യാമി, ഹൗ ഈസ് ഷീ? ഒരു തുടക്കമെന്നോണം വസുമതി വിശേഷങ്ങൾ തിരക്കി. ഫൈൻ ആൻറ്റി. യാമിയുടെ ഹസ്ബൻഡ് ഇപ്പോൾ ഓക്കെ ആണോ? യെസ്, ഏറെക്കുറെ ആളിപ്പോൾ ഓക്കെയാണ്. ഓക്കെ. ഇന്ദ്രജിത്തിന് മെമ്മറി ലോസ് വന്നിട്ട് അധികമായില്ലല്ലോ അല്ലേ? ആളുടെ പാസ്റ്റൊക്കെ എങ്ങനെയാ? എങ്ങനെ പറഞ്ഞു തുടങ്ങും എന്നൊരു മടി വസുമതിക്കുണ്ട്. ആൻറ്റി എന്താ ഉദ്ദേശിക്കുന്നേ? ഒന്നും അന്വേഷിക്കാതെ ഞാൻ എൻ്റെ പെങ്ങളെ ഒരാൾക്ക് പിടിച്ചു കൊടുക്കില്ലല്ലോ. ഏറെക്കുറെ ഏതൊക്കെയോ മനസ്സിലായതും അവനും കുറച്ച് ഗൗരവത്തിൽ തന്നെ മറുപടി കൊടുത്തു. വസുമതി ഒന്ന് ചിരിച്ചതേയുള്ളൂ. ആ ചിരിയുടെ അർത്ഥം അറിഞ്ഞെന്നോണം ദിൻവർഷ് തുടർന്നു. അവരെക്കുറിച്ച് അവിടെ അന്വേഷിച്ചതിൽ നല്ല അഭിപ്രായമായിരുന്നു. പിന്നെ ഇന്ദ്രൻ, അവൻ പുറത്തായിരുന്നു. ഒരു 3 വർഷമായി സ്ഥിരമായി നാട്ടിലുണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നും തന്നെയില്ല. എന്താ ആൻറ്റി? ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഡൗട്ട് മാത്രമാണ്. 2 ദിവസം മുന്നേ ഇവിടെ ഒരു പേഷ്യൻ്റ് വന്നിരുന്നു. ഒരു പെൺകുട്ടി. യാമയുടെ ഏജൊക്കെ കാണൂ. 6 months പ്രഗ്നൻ്റ് ആണ് ആ കുട്ടി. അതിന് ഒരു പ്രായമായ സ്ത്രീയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. വസുമതി ഗൗരി വന്നതും പറഞ്ഞതുമായ കാര്യങ്ങളൊക്കെയും ദിൻവർഷിന് വിവരിച്ചു കൊടുത്തു. അവനൊരു ഞെട്ടലോടെ അതെല്ലാം കേട്ടിരുന്നു. അവൻ്റെ കൈകൾ ആ കസേരയിൽ ഒന്ന് മുറുകി. മുഖത്തും അവൻ്റെ ഉള്ളിലുള്ള അമർഷം വ്യക്തമാവുന്നുണ്ട്. അവൻ മറുപടിയൊന്നും പറയാതെ അവരെ ഉറ്റുനോക്കിയിരുന്നു. ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ആവാം. എന്നാലും ഞാൻ അത് ഷെയർ ചെയ്തെന്ന് മാത്രം. അവൻ്റെ ഭാവമാറ്റം കണ്ടതും ഡോക്ടർ തന്നെ അവനെ തണുപ്പിക്കാൻ എന്നോണം പറഞ്ഞു. ഓക്കെ ആൻറ്റി, ഞാൻ ഇറങ്ങട്ടെ, എനിക്ക് ലേറ്റ് ആവുന്നു. അവൻ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. വസുമതിയോട് യാത്ര പറഞ്ഞ് ആ മുറിവിട്ടിറങ്ങി. ഗൗരി എന്നൊരലർച്ചയോടെ ഇന്ദ്രൻ അഗാധമായ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു. എന്താ സ്വപ്നമെന്നോ ആരെയാ കണ്ടതെന്നോ ഒന്നും ഓർത്തെടുക്കാൻ കഴിയാതെ അവൻ ആകെ വിയർത്തുപോയി. എന്താടാ? ശബ്ദം കേട്ട് സൂര്യ തപ്പിത്തടഞ്ഞ് എഴുന്നേറ്റ് ലൈറ്റ് ഓൺ ചെയ്തു. ഏയ്, ഞാൻ എന്തോ സ്വപ്നം കണ്ടു. ശ്വാസം ഒന്ന് നേരെയായതും ഇന്ദ്രൻ മുഖത്തെയും കഴുത്തിലെയും വിയർപ്പൊക്കെ കൈവച്ച് തുടച്ചു. ആകെ വിയർത്തല്ലോ, നീ ഓക്കെ അല്ലേ? സൂര്യ അവനെ ഒന്ന് നോക്കി ബെഡിൽ നിന്ന് ഇറങ്ങി. ടീപ്പോയിലിരുന്ന വെള്ളം കുപ്പിയെടുത്ത് ഇന്ദ്രന് നേരെ നീട്ടി. അവനത് കയ്യിൽ വാങ്ങി ഒരിറക്ക് കുടിച്ച് തിരികെ കൊടുത്തു. സൂര്യ, നീ കേട്ടോ ഞാൻ ആരെയെ വിളിച്ചെന്ന്? ബെഡിലേക്കിരുന്ന് ലൈറ്റ് ഓഫ് ചെയ്യാനായി കൈ ഉയർത്തിയവൻ്റെ കൈ ഒന്ന് സ്റ്റക്കായി. അവൻ ഇന്ദ്രനെ തിരിഞ്ഞു നോക്കി. ഏയ്, ഞാൻ കേട്ടില്ലടാ, ഉറക്കമായിരുന്നല്ലോ. അവൻ എങ്ങനെയൊക്കെയോ മറുപടി കൊടുത്ത് ലൈറ്റ് അണച്ചു. സൂര്യ കിടന്നിട്ടും ഇന്ദ്രൻ കുറച്ചുനേരം അതേ ഇരിപ്പ് തുടർന്നു. വിയർത്തൊട്ടിയ ടീഷർട്ട് ഒന്ന് കുടഞ്ഞിട്ട് വീണ്ടും അവൻ ആ ബെഡിലേക്ക് കടന്നു. കണ്ണടച്ചാൽ അവ്യക്തമായി എന്തൊക്കെയോ തെളിഞ്ഞു വരുന്നുണ്ട്. മേലെടുത്തെ കുളപ്പടവും ആ വെള്ളത്തിൽ നനഞ്ഞു കുതിർന്ന ആരുടെയോ മുഖവും വിടർന്ന കണ്ണുകളും നുണക്കുഴി കവിളുകളും. ഇന്ദ്രന് തല പെരുക്കുന്ന പോലെ തോന്നി. ഒന്നും വ്യക്തമായി ഓർത്തെടുക്കാൻ അവന് സാധിക്കുന്നില്ല. തല പൊട്ടി പിളരുന്ന പോലെ. അവൻ അസ്വസ്ഥതയോടെ വീണ്ടും എഴുന്നേറ്റിരുന്നു. ഇനി എന്ത് ചെയ്യും? ആരോട് ചോദിക്കും? ഞാൻ ആരെയും ഈശ്വര മറന്നുപോയത്? അവൻ തല കയ്യിൽ താങ്ങി പിടിച്ചുകൊണ്ട് സ്വയം ചോദിച്ചു. യാമി സാരിത്തല പെളിയിൽ കുത്തി മുടി വാരിക്കെട്ടി ചൂലെടുത്ത് ഓരോ മുറികളായി അടിച്ചു തുറയ്ക്കാൻ തുടങ്ങി. മുകളിൽ 4 മുറികൾ അടഞ്ഞു കിടപ്പുണ്ട്. ഓരോന്നിലും കട്ടിലും അലമാരിയും ഒക്കെയുണ്ട്. ഒക്കെയും മരത്തിൻ്റെ തന്നെയാണ്, പഴയ മോഡലിലുള്ളത്. ഒരു മുറിയിൽ മേശവലിപ്പിനുള്ളിൽ നിന്നും കുറേയേറെ പുസ്തകങ്ങൾ കിട്ടി. അവൾ അതെല്ലാം മറിച്ചു നോക്കി. ഇന്ദ്രൻ്റെ ആണ് എല്ലാം ഭംഗിയിൽ അടുക്കി പെറുക്കി വെച്ച് ജനലൊക്കെ തുറന്നിട്ടു.
അടുത്ത മുറിയിലേക്ക് കയറി. ശ്രീധന്യയുടെ മുറിയാണ്. ആ മുറിയിൽ ആകെ ശ്രീധന്യ ചെയ്ത പെയിൻറ്റിങ്സാണ് കൂടുതലും. യാമി അതെല്ലാം കൗതുകത്തോടെ നോക്കി. അമ്മ പറയാറുണ്ട് ശ്രീധന്യയുടെ കൈകളുടെ മായാജാലത്തെക്കുറിച്ച്. ഒന്നും നോക്കിക്കാണാനുള്ള നേരം കിട്ടിയിട്ടേയില്ലായിരുന്നു. ചുമരിൽ എന്തൊക്കെയോ ചിത്രങ്ങളുണ്ട്. അതിലൊന്നിൽ യാമിയുടെ കണ്ണുകൾ ഉടക്കി നിന്നു. പകുതി മാത്രം വരച്ചു തീർത്ത ഒരു മുഖം, കാറ്റിൽ പറക്കുന്ന നീളമുള്ള മുടിയും നിറയെ പീലുകളുള്ള കരിമഷിയിട്ട് കറുപ്പിച്ച കണ്ണുകളും നുണക്കുഴി തെളിഞ്ഞ് കാണുന്ന കവിളുകളും ചുവന്ന ചുണ്ടുകളും. ആ തീക്ഷ്ണമായ നോട്ടം യാമിയുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയും പോലെ. അവൾ ആ ചിത്രത്തിലൂടെ വില്ലുകൾ ചലിപ്പിച്ചു. അതാരായിരിക്കും? മുഴുവനായി ആ മുഖം എങ്ങനെയിരിക്കും? അവൾ ചിന്തിച്ചു നോക്കി. എത്ര നേരം ആ മുറിയിൽ ചെലവഴിച്ചെന്നറിയില്ല. എന്തൊക്കെയോ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അവിടെ. ചെറിയ പളുങ്കുകുപ്പിയിൽ മഞ്ചാടിയും കുന്നിക്കുരുവും വെള്ളാരം കല്ലുകളും മയിൽപ്പീലി, അങ്ങനെ എന്തൊക്കെയോ. യാമി എല്ലാം വൃത്തിയിൽ ഒതുക്കി വെച്ചു. ആ മുറി വിട്ടിറങ്ങി. അവസാനമാണ് അവരുടെ മുറിയിലേക്ക് കയറിയത്. എല്ലാം ഒരുവിധം ഒതുക്കി തീർത്ത് ജനലുകളെല്ലാം അടച്ചു. വാതിലും അടച്ച് അവൾ താഴേക്കിറങ്ങി. അമ്മ തിരക്കിട്ട പണിയിലാണ്. യാമി മോപ്പും ചൂലും പുറത്തു കൊണ്ടുവച്ചു. ഇന്ദിരയുടെ അടുത്തേക്ക് ചെന്നു. പഴയ സാധനങ്ങൾ ഒതുക്കി വെച്ചതൊക്കെയും എടുത്ത് അവൾ പുറത്തേക്ക് നടന്നു. രാമേട്ടാ, ഇതൊക്കെ എവിടെയാ കൊണ്ടിടാ? പണിക്കാരോട് എന്തൊക്കെയോ സംസാരിച്ച് നിർദ്ദേശങ്ങൾ കൊടുത്തു നിൽക്കുന്ന കാര്യസ്ഥൻ രാമേട്ടനോട് യാമി തിരക്കി. അതൊക്കെ ആ പുരയിലേക്ക് വെക്കണം. താക്കോൽ വാതിലിൽ തന്നെ കിടപ്പുണ്ട്. അല്ലെങ്കിൽ മോൾ അവിടെ വെച്ചേക്ക്. രാമേട്ടൻ ആരെങ്കിലും കൊണ്ട് എടുത്ത് വെപ്പിക്കാം. അയാൾ തിരിഞ്ഞു നോക്കി പറഞ്ഞതും യാമി അതെല്ലാം എടുത്ത് സമാന പുരയിലേക്ക് നടന്നു. മോളെ, തട്ടിമേന്ന് ആ കന്നാസ് ഒന്നിങ്ങി എടുത്ത് പുറത്തേക്ക് വെച്ചേക്ക്. യാമി അങ്ങോട്ട് കയറുന്ന കണ്ടപ്പോഴേ പുറംപണിക്ക് നിൽക്കുന്ന ദാക്ഷായണി പറഞ്ഞു. അവൾ അവരെ ഒന്ന് നോക്കി തലയിളക്കി ആ പഴയ സാധനങ്ങൾ ഇരിക്കുന്ന പുരയിലേക്ക് കയറി. കയ്യിലുണ്ടായിരുന്ന എല്ലാം ഒരിടത്ത് ഒതുക്കി വെച്ചു. തട്ടിന് മുകളിലിരിക്കുന്ന കന്നാസ് പൊക്കിയെടുത്തു. കാലിയായതുകൊണ്ട് തന്നെ ഭാരമൊന്നുമില്ല. അത് താഴേക്ക് വെക്കുന്നതോടൊപ്പം വേറെ എന്തോ കൂടെ താഴേക്ക് വീണു. യാമി അതൊന്ന് തിരിഞ്ഞു നോക്കി കന്നാസും എടുത്ത് പുറത്തേക്ക് നടന്നു. അത് ആ പടിയിലേക്ക് നീക്കി വെച്ചു. അവൾ തിരികെ പുരയ്ക്കകത്തേക്ക് തന്നെ കയറി. താഴെ വീണ കടലാസ് പെട്ടിയിൽ നിന്നും എന്തൊക്കെയോ പേപ്പറുകളും പുസ്തകങ്ങളും ചിതറിക്കിടപ്പുണ്ട്. യാമി അതെല്ലാം അടുക്കി പെറുക്കി അതിലേക്ക് തന്നെ വെക്കുന്നേരം ഒരു ഡയറിയിൽ നിന്നും പുറത്തേക്ക് നിൽക്കുന്ന കട്ടിയുള്ള പേപ്പർ എന്തോ കയ്യിൽ തടഞ്ഞു. അവൾ അത് തിരിച്ചു നോക്കിയതും യാമിയുടെ കണ്ണുകൾ അത്ഭുതം കൊണ്ടെന്ന പോലെ വിടർന്നു. കുറച്ചു മുന്നേ ശ്രീധന്യയുടെ മുറിയിൽ കണ്ട അതേ രൂപം, നേരത്തെ ചിരിയോടെയുള്ള ആ മുഖം. യാമി അതിലേക്ക് തന്നെ ഉറ്റുനോക്കി. ജീവൻ തുടിക്കുന്ന പോലൊരു ചിത്രം. അത് കിട്ടിയ ഡയറി തുറന്ന് അതിലേക്ക് തന്നെ തിരികെ വെക്കുന്നേരം യാമി അതിലെഴുതിയതൊന്നും നോക്കി. അടച്ചു വെച്ചതും എന്തോ ഓർത്തെന്ന പോലെ യാമി അതിലേക്ക് വീണ്ടും നോക്കി. വിറയ്ക്കുന്ന കൈകളോടെ അവൾ ആ ഡയറി ഒന്നുകൂടി തുറന്നു. ഇന്ദ്രൻ്റെ ഗൗരി ഭംഗിയുള്ള കൈപ്പടയിൽ എഴുതി വെച്ച ആ പേരിലൂടെ അവളുടെ കണ്ണുകൾ പാഞ്ഞതും ശ്വാസം നിലച്ചതുപോലെ യാമി തറഞ്ഞു നിന്നു. തുടരും.